എല്ലാ മൊബൈൽ ഫോണിലും ഉണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ഫോട്ടോസ്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന 2 രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ രഹസ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. പിന്നീട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് തിരിച്ചെടുക്കണം. ആ രൂപത്തിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഈ ഗൂഗിൾ ഫോട്ടോസ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ലൈബ്രറി എന്ന് കാണാം. ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത്തരത്തിലൊരു പേജിലായിരിക്കും എത്തിപ്പെടുക. നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡിലീറ്റ് ആക്കുകയാണ്. ഡിലീറ്റ് ആക്കുന്ന സമയത്ത് ഇവിടെ മൂവ് ടു ട്രാഷ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്മുടെ ഗാലറിയിൽ നിന്നും ആ ഒരു ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഡ്രാഷ് എന്നൊരു കോളം കാണാം. അതിൽ ചെയ്യുക. ശേഷം ഇത്തരത്തിലുള്ളൊരു പേജിലായിരിക്കും എത്തുക. നിങ്ങൾക്കിവിടെ കാണാം, ആ ഒരു ഫോട്ടോസ് ഇവിടെ കാണും. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ റീസ്റ്റോർ ചെയ്യാം. അതല്ല നിങ്ങൾക്കിവിടെ പെർമനൻ്റായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ രഹസ്യം. ഇനി അവസാനത്തെ രഹസ്യത്തിലേക്ക് കിടക്കാം. അവസാനത്തെ രഹസ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോട്ടോസും വീഡിയോസും എങ്ങനെയാണ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഇവിടെ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാം. ലൈബ്രറിയിൽ ചെയ്യുക. ശേഷം ഇവിടെ ആർച്ചീവ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത്തരത്തിൽ ഞാൻ ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും സെലക്ട് ചെയ്ത് ഡണ്ണ് കൊടുത്താൽ ആ ഒരു ഫോട്ടോസും വീഡിയോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.